സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം. പ്രളയവും ഉരുൾപൊട്ടലും വരുമ്പോൾ നടൻ ടോവിനോ തോമസിനെ എല്ലാവരും ശ്രദ്ധിക്കും. മുമ്പ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ആളാണ് ടോവിനോ. അരിച്ചാക്ക് ചുമന്നും ഗ്യാസ് കുറ്റികൾ ഇറക്കിയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായും ടോവിനോ മാറി. അങ്ങനെ മലയാളികളുടെ സൂപ്പർമാനായി. അന്ന് ചിലർ ടോവിനോവിനെ വിമർശിച്ചിരുന്നു. സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ടോവിനോ ഇങ്ങനെ ചെയ്തതെന്ന് ചിലർ ആക്ഷേപിച്ചിരുന്നു. എന്നാൽ അത്തരം ആക്ഷേപങ്ങളോട് സംയമനം പാലിക്കുകയായിരുന്നു ടോവിനോ ചെയ്തിരുന്നത്. എല്ലാ മലയാളികളും നന്മയുള്ളവരാണെന്ന് നടൻ പറയുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് ടോവിനോ. പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന മാലിന്യം ഓർത്താണ് നടൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്.